പ്ലസ് ടു കഴിഞ്ഞിട്ട് ലൈഫ് സെറ്റ് ആകാൻ വേണ്ടിട്ട് ഒരു കോഴ്സ് നോക്കുന്നുണ്ടോ? ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറൈൻ എഞ്ചിനീയറിംഗിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്താണ് മെറൈൻ എഞ്ചിനീയറിംഗ്, എന്താണ് ആ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി വരുന്നത്, ഫീസ് എത്രയാണ്, ഇനി പഠിച്ചു കഴിഞ്ഞ് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന സാലറി എത്രയാണ്, ഈ ഒരു കോഴ്സ് ഗേൾസിന് പഠിക്കാൻ സാധിക്കുന്നതാണോ, ഈ ഒരു കോഴ്സ് പഠിച്ചതിനെ കൊണ്ടുണ്ടാവുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ. ആദ്യം തന്നെ നമുക്ക് എന്താണ് മെറൈൻ എഞ്ചിനീയറിംഗ് എന്ന് നോക്കാം. മെറൈൻ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഷിപ്പിലുള്ള എഞ്ചിൻസിന്റെയും മെഷീനറീസിന്റെയും ഓപ്പറേഷൻസും അതിന്റെ മെയിന്റെനൻസും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പ് ഓടുന്നതിന്റെ ബാക്ക് ആൻഡ് പവർ എന്ന് പറയുന്നത് മെറൈൻ എഞ്ചിനീയേഴ്സ് ആണ്. സോ മെറൈൻ എഞ്ചിനീയേഴ്സിന് എവിടെയാണ് ഷിപ്പിൽ ഡ്യൂട്ടി ഉണ്ടാവുക? എഞ്ചിനീയേഴ്സിന് ഷിപ്പിൽ ഡ്യൂട്ടി ലഭിക്കുന്നത് എഞ്ചിൻ റൂമിലായിരിക്കും. അപ്പൊ ഫുൾ മെഷീൻസിന്റെ മെയിന്റനൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഒരു മെറൈൻ എഞ്ചിനീയേഴ്സ് ആണ്. ഫ്യൂവൽ സിസ്റ്റം ഹാൻഡിൽ ചെയ്യുക, ഇലക്ട്രിക്കൽ സിസ്റ്റം ഹാൻഡിൽ ചെയ്യുക, ഇതൊക്കെ എഞ്ചിനീയേഴ്സിന്റെ ഡ്യൂട്ടീസ് ആണ്. ഷിപ്പിന്റെ കൺട്രോൾ ഫുൾ ഉണ്ടാവുന്നത് ക്യാപ്റ്റൻ ആണെങ്കിൽ ഈ ഒരു ഷിപ്പ് റണ്ണ് ചെയ്യണമെങ്കിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടായേ പറ്റൂ. സോ ഒരു മെർച്ചന്റ് നേവി ഫീൽഡില് മെറൈൻ എഞ്ചിനീയേഴ്സിന്റെ റോൾ എന്താണ്, മെറൈൻ എഞ്ചിനീയേഴ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മെറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി വേണ്ടത്? നിങ്ങൾ +2 സയൻസ് ആയിരിക്കണം, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവണം. +2 നിങ്ങൾക്ക് മിനിമം 60% മാർക്ക് ലഭിച്ചിട്ടുണ്ടാവണം. അതുപോലെ ഇംഗ്ലീഷിൽ മിനിമം 50% മാർക്കും ഉണ്ടായിരിക്കണം. ഏജ് ക്രൈറ്റീരിയ പറയുവാണെങ്കിൽ മിനിമം 17 to മാക്സിമം 25 ഇയേഴ്സ് വരെയാണ് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇപ്പൊ മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് പറയുന്ന കാര്യമാണ്. മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ കോഴ്സ് ജോയിൻ ചെയ്യാൻ സാധിക്കൂ. ഐ ടെസ്റ്റ് ഒക്കെ പക്ക കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കണം. അതുപോലെ കളർ ബ്ലൈൻഡ്നസ് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി കോഴ്സ് ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ മെയിൻലി 2 വേസ് ആണ് വരുന്നത്. ഒന്ന് ബിടെക് മെറൈൻ എഞ്ചിനീയറിംഗും ഒന്ന് ഡിപ്ലോമയും. അത് ലേറ്റർ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് ബിടെക് മെറൈൻ എഞ്ചിനീയറിംഗിൽ എന്തൊക്കെയാണ് സബ്ജക്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നോക്കാം. ബിടെക് മെറൈൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതൊരു 4 വർഷത്തെ കോഴ്സ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു കോഴ്സിൽ പഠിപ്പിക്കുന്നത് തെർമോഡൈനാമിക്സ്, മെറൈൻ എഞ്ചിൻസ്, ഇലക്ട്രിക്കൽ സിസ്റ്റം, സേഫ്റ്റി ട്രെയിനിങ്, ഇതൊക്കെ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് ഫീസ് വരുന്നതെന്ന്. നിങ്ങളിപ്പോ പ്രൈവറ്റ് കോളേജസിലൊക്കെയാണ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 3 to 8 ലാക്കോളം ഫീസ് വരുന്നുണ്ട് 4 വർഷത്തേക്ക്. ഇനിയിപ്പോ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പോട് കൂടിയാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ ഫീസും കുറവായിരിക്കും. അതുപോലെ ജോലി കിട്ടാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അതായത് സ്പോൺസർഷിപ്പ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ സ്പോൺസർഷിപ്പിന് ഇമ്പോർട്ടൻസ് അറിയുന്നവർക്ക് മനസ്സിലാകും ജോലി ചാൻസ് കൂടുതലാണെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഇനി 4 വർഷത്തെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഷിപ്പിൽ ജോലി ലഭിക്കുന്നത്? ഫസ്റ്റ് തന്നെ ട്രെയിനി എഞ്ചിനീയർ TME ആയിട്ടാണ് നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ സാധിക്കുന്നത്. അതിനുശേഷം എക്സ്പീരിയൻസും എക്സാംസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് 4th എഞ്ചിനീയർ ആവാം. ഇതുപോലെ തന്നെ എക്സ്പീരിയൻസും എക്സാമും ഒക്കെ വെച്ചിട്ട് 3rd എഞ്ചിനീയർ, 2nd എഞ്ചിനീയർ, ഫൈനലി ഷിപ്പിലെ ചീഫ് എഞ്ചിനീയർ ആവാൻ സാധിക്കുന്നതായിരിക്കും. ഈ പ്രൊമോഷൻസ് ഒക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ ബേസിസിലായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ ഇതിനിടയ്ക്ക് നിങ്ങൾ കുറച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനും ഉണ്ട്. ഇനി സാലറി എത്രയായിരിക്കും ഈ ഒരു കോഴ്സ് പഠിച്ച് ഷിപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നത്? മിനിമം ഒരു 30,000 to 80,000 വരെ പെർ മന്ത് ലഭിക്കാം. ഇതും ഈ പറഞ്ഞതുപോലെ ഓരോ കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, കയറുന്ന വെസൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറെ ടൈപ്പ് വെസൽസ് വരുന്നുണ്ട്. സോ ഈ വെസൽസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറീസും. അതുപോലെ കമ്പനീസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ സാലറീസ് നമുക്ക് അത് എത്രയാണെന്ന് കറക്റ്റ് ഒരു കണക്ക് പറയാൻ പറ്റില്ല. അപ്രോക്സിമേറ്റ്ലി 30 to 80,000 പെർ മന്ത് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ റാങ്ക് കൂടുന്നതിനനുസരിച്ചിട്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് സാലറിയിലും കൂടുതൽ ഇൻക്രീസ് സംഭവിക്കും. ഷിപ്പിലൊരു ജോലി ലഭിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാട്ടിൽ ലഭിക്കുന്ന സാലറി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സാലറി കൂടുതലായിരിക്കും. അതുപോലെ പല രാജ്യങ്ങളും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോ എല്ലാത്തിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടല്ലോ, അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതായത് നിങ്ങൾ ഷിപ്പില് ജോലി ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അകലെയായിരിക്കും. നിങ്ങളുടെ ഫങ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു മെറൈൻ എഞ്ചിനീയേഴ്സിന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവര് ഫുൾ ടൈം ഇവരുടെ ഡ്യൂട്ടി വരുന്നത് എഞ്ചിൻ റൂമിലായിരിക്കും. എഞ്ചിൻ റൂമിലെ ചൂട് എന്നൊക്കെ പറയുന്നത്
ഇപ്പം ഏട്ടനാണെങ്കിൽ പറഞ്ഞിട്ട് കേട്ട അറിവ് എനിക്കുണ്ട്. അവിടെ എന്തുമാത്രം ചൂടിലാണ് അവര് ജോലി ചെയ്യുന്നെന്നുള്ളത്. നമുക്ക് നമ്മളെ നാട്ടിലെ ചൂട് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ അതിന്റെ എത്രയോ ഇരട്ടിയിലാണ് അവർക്ക് എഞ്ചിൻ റൂമില് ജോലി വരുന്നത്. സോ നല്ല ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഈ മെറൈൻ എഞ്ചിനീയേഴ്സ് ജോലി ചെയ്യുന്നതും അവർക്ക് ആ ഒരു സാലറി ലഭിക്കുന്നതും. അതുപോലെ തന്നെ ഫുൾ ടൈം കരി, പുക, ഓയില്, പുക എന്ന് പറയാൻ പറ്റില്ല, കരി, ഓയില്, ഇങ്ങനത്തെ ഒരു കരി പുരണ്ട ജീവിതമായിരിക്കും ഈ ഒരു മെറൈൻ എഞ്ചിനീയേഴ്സിന് ഉണ്ടാവുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അത്രയും സാക്രിഫൈസ് ചെയ്തിട്ട് ലഭിക്കുന്ന ഒരു ജോലി തന്നെയാണിത്. പല സമയത്തും അവർക്ക് ഉറക്കം പോലും ശരിയാവില്ല. എഞ്ചിന്റെ ഓരോ ജോലികള്, ജനറേറ്ററിന്റെ വർക്ക്, അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് സ്ലീപ്പ് പോലും കറക്റ്റ് ആയിട്ട് ലഭിക്കൂല. വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈം കുറവായിരിക്കും. എമർജൻസി പെട്ടെന്നൊക്കെ ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാല് ഒന്നും നോക്കാതെ എഞ്ചിൻ റൂമിലേക്ക് ഓടേണ്ടി വരും. സോ ഇതൊക്കെയാണ് ഈ ഒരു കോഴ്സ് പഠിച്ച് നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാല് ഫേസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. സോ ആരും ഡീമോട്ടിവേറ്റ് ചെയ്തതല്ല കേട്ടാ. ജസ്റ്റ് എന്താണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് അതിന്റെ നല്ല കാര്യങ്ങളും അതിന്റെ കുറച്ച് ബിറ്റർ ആയിട്ടുള്ള കാര്യങ്ങളും അറിയണല്ലോ. സോ അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി ആർക്കൊക്കെ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ ഒരു കോഴ്സ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നോക്കാം. അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇതൊരു മെറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവര്, നല്ലൊരു സാലറി ലഭിക്കണം എന്ന് ആഗ്രഹമുള്ളവര്, നിങ്ങൾക്കൊക്കെ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് മെറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചിട്ട് മെറൈൻ എഞ്ചിനീയർ ആവുക എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളവർക്ക് മറിച്ച് നേവിയെ പറ്റൂല കേട്ടാ. കാരണം ഈ ഒരു കോഴ്സ് എന്ന് മാത്രമല്ല, ഏതൊരു കോഴ്സ് പഠിച്ച് നിങ്ങൾ ഷിപ്പിൽ ജോലിക്ക് കയറി കഴിഞ്ഞാലും അവിടെ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 9-10 മാസമൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. ഈ ഒരു കാര്യം പറയുമ്പോൾ എന്റെ ഹസ്ബൻഡ് ഇപ്പം ജോലിക്ക് കയറിയിട്ടുള്ളത് 6 മാസത്തെ കോൺട്രാക്റ്റിലാണ്. അപ്പൊ ആള് ഇപ്പം 7 മന്ത് കംപ്ലീറ്റ് ആയി, 8th മന്ത് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പോലും ആൾക്ക് സൈൻ ഓഫ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു കുറച്ച് സമയം മുന്നേ ആണ് ആള് വിളിച്ചിട്ട് പറയുന്നത് സൈൻ ഓഫ് ക്യാൻസൽ ആയി എന്നുള്ളത്. അതായത് ഇന്ന് സൈൻ ഓഫ് കിട്ടി, നാളെ നാട്ടിൽ റീച്ച് ആവേണ്ട ആളായിരുന്നു. പക്ഷെ ഫ്ലൈറ്റിന്റെ എന്തൊക്കെയോ ഇഷ്യൂസ് കൊണ്ട് അവരുടെ ഷിപ്പിൽ ആർക്കും സൈൻ ഓഫ് കിട്ടിയില്ല. അങ്ങനെ സൈൻ ഓഫ് ക്യാൻസൽ ആയി. ഇനിയിപ്പം നെക്സ്റ്റ് മന്ത് മാത്രമേ സൈൻ ഓഫ് കിട്ടൂ. സോ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ആളെ ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടായിരുന്നു ഉണ്ടായത്. നിർഭാഗ്യവശാൽ സൈൻ ഓഫ് ക്യാൻസൽ ആയി. ഇനിയിപ്പോ അടുത്ത മന്ത് മാത്രമേ സൈൻ ഓഫ് ലഭിക്കും. സോ അപ്പൊ അങ്ങനെയാണ്, നമ്മൾ വീട്ടിലുള്ള ആൾക്കാരും അതിന് മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് നാട്ടിലിറങ്ങാൻ പറ്റണമെന്നില്ല. സോ ഓക്കെ, ഇപ്പം ടോപ്പിക്ക് മാറിപ്പോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, സെപ്പറേഷൻ തീരെ പറ്റാത്തവർക്ക് മെർച്ചന്റ് നേവിയിലെ ഒരു ജോലിയിലും പോയിട്ട് കാര്യമില്ല. അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂല. അങ്ങനെയുള്ളവര് വെറുതെ ഇത്രയും പണം മുടക്കി ഇയർ വേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കോഴ്സ് പഠിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം 9 മന്ത് കോൺട്രാക്ട് ആണെങ്കിൽ കറക്റ്റ് 9 മന്തിൽ ഇറങ്ങാൻ പറ്റണമെന്നില്ല, അതിലും നീണ്ടുപോയി എന്ന് വരാം. സോ അങ്ങനെയുള്ളവർ ഈ ഒരു കോഴ്സ് ചെയ്യേണ്ട. അതുപോലെ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ ഒരു കോഴ്സ് പഠിച്ച് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു കരിയർ പാത്ത് എന്ന് പറയുന്നത് റോങ് ഡിസിഷൻ തന്നെയായിരിക്കും. പിന്നെ ഹെൽത്തിനൊക്കെ ഇഷ്യൂസ് ഉള്ളവര്, അതായത് ബോഡി പെയിന് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മസിൽ ഇഷ്യൂ, അങ്ങനെ എന്താണെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കും ഈ ഒരു കോഴ്സ്, ഇനി ഒരു ജോബ് കറക്റ്റ് ആയിരിക്കില്ല. മെറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതില് റിസ്ക് ഉള്ള ഒരു ജോലി തന്നെയാണ്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ്, അതായത് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്, അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവര്, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഇത് സൂട്ട് ആയിരിക്കും. അല്ല ജസ്റ്റ് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്നൊക്കെ കരുതി അവിടെ പോയി ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് ജോലിക്ക് കയറുവാണെങ്കിൽ അവർക്ക് ഈ ഹെവി വർക്കും ഹാർഡ് വർക്കും റിസ്ക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഇത്തിരി സ്ട്രെസ് ആയിട്ടുള്ള കാര്യമായിരിക്കും. സോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. കാരണം ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ ആണ്. അപ്പം ശ്രദ്ധിച്ചിട്ട് മാത്രം ഒരു കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എൻ്റെ അടുത്ത് 2-3 കമന്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു മെറൈൻ എഞ്ചിനീയറിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് അറിയുന്ന കാര്യങ്ങൾ, എനിക്ക് ഏട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ എന്തെങ്കിലും ഉൾപ്പെടുത്താതെ പോയിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ ഏതെങ്കിലും ഒരു മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും കമന്റ് ചെയ്തിട്ട് പറയാം, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ മെർച്ചന്റ് നേവിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു.